ഒരു തെരഞ്ഞെടുപ്പിന്റെ പരാജയമോ രണ്ട് പരാജയം കൊണ്ടോ വിച്ഛേദിക്കാവുന്ന ഒരു ബന്ധമല്ല ചവറയും എൻ്റെ പിതാവുമായിട്ടുണ്ടായിരുന്നത്, അതുവഴി ഞാനുമായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ മത്സരിക്കാൻ പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് ചവറയിൽ തന്നെ മത്സരിക്കാനുള്ള അനുവാദം കിട്ടണം എന്നുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് കൊല്ലം ജില്ലയിൽ UDFിനുണ്ടായത്. അത് തുടരാൻ കഴിയും. ആ ഒരു റിതം കീപ്പ് ചെയ്തുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് UDF തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. കോൺഗ്രസിന് മുന്നേ തന്നെ RSP വലിയ തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു. വലിയ പ്രതീക്ഷയാണ്. ഒരു ജീവൻ മരണ പോരാട്ടമാണ് UDFിനെ, പ്രത്യേകിച്ച് RSPയെ സംബന്ധിച്ചും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. ആ ഗൗരവം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. RSPയുടെ ശക്തിക്കനുസൃതമായിട്ടുള്ള വിജയം കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയില്ല. അത് ഞങ്ങൾ വിശകലനം ചെയ്ത് എവിടൊക്കെയാണ് പാളിച്ചകൾ, സംഘടനാപരമായ ദൗർബല്യങ്ങൾ എന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും എല്ലാം ഒറ്റ മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക, RSPയുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുക, ഈ ഒറ്റ ലക്ഷ്യത്തിൽ ഓരോ RSP പ്രവർത്തകരും നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ LDFിൽ നിന്ന് മാറി UDFിലേക്ക് വന്നതിന് ശേഷം പ്രതീക്ഷിച്ച ഒരു ഉയർച്ച ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതായിരിക്കില്ലേ മറുപടി? അല്ല, സമ്മിശ്രമാണ്. RSPയുടെ എന്നും RSPക്ക് മാത്രം അവകാശപ്പെട്ടിരുന്ന കൊല്ലം പാർലമെന്റ് സീറ്റ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. എന്നാൽ നിയമസഭയിലേക്ക് 2 തെരഞ്ഞെടുപ്പുകളിലും നമുക്ക് പരാജയം ഏറ്റുവാങ്ങി. അന്നേരം നേട്ടവുമുണ്ട്, കോട്ടവുമുണ്ട്. അതാണ് ഇനിയും അങ്ങനെ ഒരു കോട്ടം ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയിലേക്ക് ഞങ്ങളെ നയിച്ചത് ഈ കാര്യമാണ്. നിലവിൽ കൊല്ലം ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. അപ്പോൾ അത് 3 കൂടുതൽ ചോദിക്കുമോ? എങ്ങനെയാണ് ഈ 3 തന്നെ നിലനിർത്തുമോ? എങ്ങനെയാണ് അവിടത്തേക്ക് ഒരു പ്ലാൻ? അല്ല, ഞങ്ങളിപ്പോൾ സീറ്റ് ചർച്ച UDF 15-ാം തീയതിക്കകം പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായി RSP ഇപ്പോൾ മത്സരിക്കുന്ന 5 നിയമസഭാ സീറ്റുകളിൽ 2 എണ്ണം പട്ടികജാതി റിസർവേഷനാണ്, ആറ്റിങ്ങലും കുന്നത്തൂരും, പിന്നെ മട്ടന്നൂരാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ഇതിൽ മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരു ജയസാധ്യതയുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് കിട്ടിയാലേ നമുക്ക് കളിക്കാനൊക്കത്തുള്ളൂ. ആ നിലയിലേക്ക് ഞങ്ങൾ UDFിൽ ചർച്ച ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് പരസ്യമായി ഒരു സംവാദത്തിനോ അല്ലെങ്കിൽ ഒരു വിവാദത്തിനോ ഞങ്ങൾ തയ്യാറല്ല. UDF ലീഡർഷിപ്പ് RSPയുടെ കോൺട്രിബ്യൂഷൻസ് കണക്കിലെടുത്തുകൊണ്ട് RSPക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്നുള്ള നിലയിൽ ഉള്ള മാറ്റങ്ങൾ വരുത്തും. അതിന് കൊല്ലത്ത് 4ാമത്തെ സീറ്റാണോ മറ്റുള്ള മാറ്റമാണോ അതൊക്കെ UDF ലീഡർഷിപ്പ് തീരുമാനിക്കുന്നതാണ്. അതായത് നിലവിലുള്ള ഈ 5 സീറ്റാണെങ്കിൽ കൂടി വിജയസാധ്യതയുള്ള സീറ്റുകൾ നൽകണമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം കൊല്ലത്തിന് പുറത്ത്. അല്ല, കഴിഞ്ഞ 2 തവണയും കയ്പമംഗലവും അതിനുശേഷം മട്ടന്നൂരും അവസാന നിമിഷം വന്നപ്പോൾ ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചതാണ്. പിന്നെ ആ ഘട്ടത്തിൽ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് ഇത്തവണ വളരെ നേരത്തെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള സീറ്റുകളുടെ ആവശ്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനിയും ഉള്ള ചർച്ചകൾ ആ വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് തന്നെയായിരിക്കും. ഞങ്ങൾക്ക് സംഘടനാപരമായി ഒരു സ്വാധീനവും ഇല്ലാത്ത മേഖലയിൽ മത്സരിക്കേണ്ടി വന്നാൽ ഉള്ള പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് RSPക്ക് പ്രത്യേകിച്ച് തിരുവിതാംകൂറിലാണ് ചരിത്രപരമായി എൻ്റെ സാന്നിധ്യമുള്ളത്. RSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ചിഹ്നത്തെയും പരിചയമുള്ളത് തിരുവിതാംകൂറിലെ ജനങ്ങളാണ്. അതുകൊണ്ട് ആ മേഖലയിലേക്കായിരിക്കും ഞങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ UDF എനിക്ക് തോന്നുന്നു ഈ സംവിധാനത്തിൽ നിന്ന് ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു ഒരുക്കം ഇപ്പോൾ RSP പോലും നേരിട്ട് കാണുന്നത്, ഈ കോൺഗ്രസ് സംവിധാനമാണെങ്കിൽ പോലും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യവും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കോൺഗ്രസ് പോലും ഇപ്പോൾ യുവാക്കൾക്ക് വലിയൊരു പ്രാതിനിധ്യം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സീറ്റ് അവർക്ക് കൂടുതലുണ്ട്. എങ്ങനെയാണ് RSPയുടെ അക്കാര്യത്തിലുള്ള? അല്ല, ഞങ്ങളുടെ ഒരു ഇടതുപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ജയസാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ കുന്നത്തൂര് കഴിഞ്ഞ 2 തവണയും മത്സരിച്ച സ്ഥാനാർത്ഥിയാണല്ലോ ഞങ്ങളുടെ യൂത്തിന്റെ കേരളത്തിന്റെ പ്രസിഡന്റ്. ആ നിലയിൽ നമ്മൾ ജയസാധ്യത പരിഗണിച്ചുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടയ്ക്ക് വലിയ ചർച്ചയൊക്കെ ആയിരുന്നു. സംസ്ഥാന സെക്രട്ടറി എന്തായാലും മത്സരിക്കും, കൊല്ലത്തേക്ക് മാറുന്നു, ചവറ വിടുന്നു എന്നൊക്കെ രീതിയിലുള്ള വലിയ പ്രചരണങ്ങളൊക്കെ നടന്നു. അത് ആദ്യം മത്സരിക്കുന്നുണ്ടോ? എന്താണ് അക്കാര്യത്തിൽ ഒരു നിജസ്ഥിതി? അല്ല, ഇതിന്റെ ഒരു കാര്യം, ഒരു തെരഞ്ഞെടുപ്പിന്റെ പരാജയമോ 2 പരാജയം കൊണ്ടോ വിച്ഛേദിക്കാവുന്ന ഒരു ബന്ധമല്ല ചവറയും എൻ്റെ പിതാവുമായിട്ടുണ്ടായിരുന്നത്, അതുവഴി ഞാനുമായിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാർട്ടിയിൽ വ്യക്തമായി ധരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ മത്സരിക്കാൻ പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് ചവറയിൽ തന്നെ മത്സരിക്കാനുള്ള അനുവാദം കിട്ടണം എന്നുള്ളതാണ്. പാർട്ടി എൻ്റെ കാഴ്ചപ്പാടിനോട് യോജിച്ച് തന്നെ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു വൈകാരിക അടുപ്പം കൂടെയാണ്.
ആ വൈകാരികതയാണല്ലോ എൻ്റെ ഊർജം എന്ന് പറഞ്ഞാൽ. പൊതുപ്രവർത്തനത്തിലേക്ക് പൊതുരംഗത്തേക്ക് കടന്നു വന്നത് ഈ നാട്ടിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള സ്നേഹവും ആ ഒരു വാത്സല്യവും അതായിരുന്നു എന്നും എനിക്കൊരു ഊർജമായിട്ടുണ്ടായിരുന്നത്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റ് നേട്ടങ്ങൾക്ക് വേണ്ടി പോകുന്നത് എൻ്റെ രാഷ്ട്രീയമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം പാർട്ടി അറിയിച്ചത്. ഇപ്പോൾ RSPക്ക് പുറമെ ജില്ലയിൽ UDFലെ പലരും പ്രവർത്തനമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. 11 സീറ്റുകളാണുള്ളത് പലയിടങ്ങളിലും. എന്താണ് ഈ ഒരു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോൾ മാസങ്ങളുണ്ടെങ്കിൽ പോലും നിലവിലെ ഒരു പ്രതീക്ഷ എന്താണ്? 5-ൽ കുറയാതെ എന്നുള്ളതാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. കൊല്ലം ജില്ല നമ്മൾ 2006 വരെ പരിശോധിച്ചാൽ സ്വിംഗ് ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. മൊത്തത്തിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് ഒറ്റപ്പെട്ട സീറ്റുകൾ ഒഴിച്ചാൽ. എന്നാൽ അതിനുശേഷം മണ്ഡലം ഡീലിമിറ്റേഷന് ശേഷം 12 എന്നുള്ളത് 11 സീറ്റായതിനു ശേഷം ഇത് ഇടതുപക്ഷം നിരന്തരമായി വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ശക്തി പ്രതിഫലിപ്പിക്കുന്ന വിധിയെഴുത്തായിരുന്നില്ല. സംഘടനാ ദൗർബല്യങ്ങളടക്കം ഉള്ള വിഷയങ്ങളുണ്ടായി. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം കൊല്ലത്തുണ്ട് എന്നുള്ളത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചതാണ്. ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റമുണ്ടാകും. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിക്ക് ജില്ലയിൽ ഭൂരിപക്ഷം സീറ്റുകളും ഇത്തവണ ലഭിച്ചിരിക്കും. അതിനൊരു തർക്കവുമില്ല. അപ്പോൾ ജില്ലയിൽ 6-ൽ കുറയാതെ സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? VD സതീശൻ പറയുന്നത് മിനിമം 100 സീറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ പറയുന്നത് 100-ന് മുകളിൽ ഉറപ്പാണെന്നുള്ള കാര്യം. അല്ല, സതീശൻ പങ്കിടുന്ന വികാരം ഞങ്ങളുടെയൊക്കെ ചർച്ചയുടെയും നിഗമനത്തിന്റെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം എനിക്കോ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു നേതാവിനും ഉണ്ടാകത്തില്ല. കാരണം സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത നിലയിലേക്കൊരു ഭരണവിരുദ്ധ വികാരവും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരാജയം ഏറ്റുവാങ്ങിയിട്ട് 3 ആഴ്ച പിന്നിടുമ്പോഴും വീണ്ടും പഴയ അബദ്ധത്തിൽ കൂടെ തന്നെ ഒരിക്കലും ഒരു കാലഘട്ടത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത നിലയിലേക്കുള്ള വർഗീയ വിഭജനത്തിനുള്ള ശ്രമമൊക്കെ നടക്കുമ്പോൾ അതിനെതിരെ വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഈ ശബരിമല വിഷയമൊക്കെ ആ സമയം വരെയും ഇങ്ങനെ തന്നെ ഉണ്ടാകും. ശബരിമല വിഷയം ഞങ്ങളായിട്ട് നിലനിർത്തേണ്ട കാര്യമില്ല. ഓരോ ദിവസവും ഇതെന്നേ കൃത്യമായിട്ട് അന്വേഷിച്ച് ഇതിന്റെ ബന്ധപ്പെട്ടവരെയൊക്കെ അല്ലെങ്കിൽ പിടിച്ചകത്താക്കേണ്ടവരെ എല്ലാവരെയും അകത്താക്കിയിരുന്നെങ്കിൽ എന്നെ ഈ ഇഷ്യൂ ഡൈ ഡൗൺ ചെയ്തു തരും. അത് നീട്ടിക്കൊണ്ടു പോകുന്നു, ബോധപൂർവമായി അന്വേഷണം മന്ദീഭവിക്കുന്നു എന്നുള്ളതും യുക്തിക്ക് നിരക്കാത്ത, മലയാളിക്ക് ബുദ്ധിയില്ല എന്നുള്ള ചിന്തയാണ് പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ പാർട്ടി സെക്രട്ടറിയെ നയിക്കുന്നത്. ഇവർക്ക് മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ അവരുടെ കുറച്ചുപേര് തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ടത് ആവർത്തിക്കുന്നത് ഇവർ അടിമകളായതുകൊണ്ടാണ്, യാന്ത്രികമായതുകൊണ്ടാണ്. പക്ഷേ മനസാക്ഷിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്ന വെറും വിഡ്ഢിത്തരമാണ്, ജനങ്ങളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നതാണ് എന്ന തിരിച്ചറിവല്ലേ ജനങ്ങൾക്കുണ്ടാകുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും. പിന്നെ അന്വേഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഇതിലുള്ളത്, ഇവരാദ്യം തന്നെ അന്വേഷണം നടത്തി തൊണ്ടിയെടുത്തു എന്നാണല്ലോ പറഞ്ഞത്. 400 ഗ്രാം തൊണ്ടിയെടുത്തു. എനിക്ക് 2018-19 നടന്ന കളവ്, അതിന്റെ തൊണ്ടി അവിടെ കൊണ്ട് ഗോവർദ്ധൻ അവിടെ സൂക്ഷിച്ചു വെച്ചേക്കുവാ, നാളെ പോലീസ് വന്ന് എടുത്തോണ്ട് പോകാൻ, ഇതല്ലേ പറയുന്നത്? അത് തന്നെ ഒരു പ്രഹസനമായില്ലേ? ആ തൊണ്ടി എടുത്തു എന്ന് പറഞ്ഞപ്പോൾ മൂലമുള്ള നമുക്കതൊരു വെറും പ്രഹസനമാണ് അന്വേഷണം എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. ഇനി ഹൈക്കോടതിക്കും അത് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ. ഇനിയിപ്പോൾ തിങ്കളാഴ്ച അറിയാം ബാക്കി എന്താണെന്ന്. അങ്ങനെ ഇതെല്ലാം ആ അന്വേഷണത്തിന്റെ യുക്തിരാഹിത്യം, പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ മുന്നോട്ട് പോകാൻ ഒക്കാത്ത നിലയിലേക്കുള്ള അന്വേഷണത്തിന്റെ സമീപനം ഇപ്പൊ വീണ്ടും ഒന്ന് ചൂട് പിടിച്ചേക്കുന്നു. ഇനിയിപ്പോൾ 5-ാം തീയതി കഴിഞ്ഞാൽ എന്താകുമെന്ന് അറിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ എന്തോ മറച്ചു വെക്കാനുണ്ടെന്ന് ഒരു ഭാഗത്ത് തോന്നുകയും മറുഭാഗത്തിന് വിശദീകരിക്കുന്നതിന് പകരം 2013 സോണിയാഗാന്ധിയെ കണ്ടത് 2019 പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ മോട്ടിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊക്കെ എന്ത് മറുപടിയാണുള്ളത്? അന്നേരം ഈ വിഡ്ഢിത്തരം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഴയ ഗീബൽസിൻ തന്ത്രം എന്ന് പറയുമ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതെല്ലാം നേരിട്ട് കാണുന്നവർക്ക് അവിടെ ഏകപക്ഷീയമായി നാസി ജർമ്മനിയിൽ ഒരു വാർത്ത മാത്രമാണ് വന്നത്. ഇതിപ്പം മറു വാർത്ത ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വിലയിരുത്താനുള്ള ബുദ്ധിയും യുക്തിയുമുണ്ട്. എന്തായാലും ഇത്തവണ ഭരണം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് RSP സംസ്ഥാന സെക്രട്ടറി പറയുന്നു. മറ്റൊരു കാര്യം RSPയെ സംബന്ധിച്ച് നോക്കിയാലും ഷിബു ബേബിയെ സംബന്ധിച്ച് നോക്കിയാലും
ചവറ മുതൽ ചവറ വരെ എന്ന് RSP പറയുമ്പോൾ ചവറയിൽ നിന്ന് ഒരു മാറ്റം എന്തായാലുമില്ല. മത്സരിക്കുന്നെങ്കിൽ അത് ചവറ തന്നെയെന്ന് ഉറപ്പിച്ചും പറയുകയാണ് മീഡിയ വണ്ണിലൂടെ ഷിബു ബേബി ജോൺ. കൊല്ലത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ വൺ.